ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്ക കൊണ്ടൊരു കിടിൽ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണൂ. വെണ്ടക്ക കൊണ്ടൊരു കിച്ചടി ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതിവിടെ വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകിയതാണ്. ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകിയിട്ടുള്ളത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 4 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായി അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ ഒരു കടായി ചൂടാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊഴുപ്പെല്ലാം മാറി വെണ്ടക്ക നല്ല ഫ്രൈ ആയി വരുന്ന രീതിക്ക് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഈ പരുവത്തിലായി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ചതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് പുളിയുള്ള തൈരും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാ ഭാഗത്തും തൈരെത്തുന്ന രീതിക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വറവിടാം. ഈ വറവിട്ടത് നമ്മുടെ വെണ്ടക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.